ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന രണ്ട് ബന്ധം, അതായത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും. നിങ്ങൾ ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, ലവേഴ്സ് ആവാം, പാർട്ട്നേഴ്സ് ആവാം, ആരുമാവാം. അങ്ങനെയുള്ള ബന്ധം പെട്ടെന്ന് എൻഡ് ആകാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്കെതിരെ ആരെങ്കിലും ക്ഷുദ്രം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് എടുക്കുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അത് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഏത് ജെൻഡറിൽപ്പെട്ട ഒരു വ്യക്തികൾക്കും ഇത് കാണാവുന്നതാണ്. ഇതിന് നിശ്ചിത ഒരു കാലയളവില്ല. ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് അത് റെസൊനേറ്റ് ആവുന്നതാണ്. അതുപോലെ ആർക്കെങ്കിലും ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ, അഥവാ ക്ലൂഡോത്രം ചെയ്തിട്ടുണ്ടോ, അതുപോലെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാനിവിടെ കൊടുക്കാം, വീഡിയോയുടെ കൂടെ പിൻ ചെയ്യാം. ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോടൊപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതിയാവും. അതുപോലെ നമുക്ക് റേക്കി ഹീലിംഗ് ചെയ്യുന്നുണ്ട്, പൂജിച്ച ക്രിസ്റ്റലുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പേര്, നാള്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും റേക്കി ഹീലിംഗ് ബ്രേസ്ലെറ്റുകളാണ്, അത് ചാർജ് ചെയ്ത് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ബ്ലാക്ക് മാജിക് റിമൂവ് ചെയ്യാനും തേർഡ് പാർട്ടി റിമൂവലിനൊക്കെ സഹായിക്കുന്ന ബ്രേസ്ലെറ്റുകളാണ് തരാൻ പോകുന്നത്. അപ്പം നമ്മളത് കൊറിയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതെങ്ങനെ ധരിക്കണം, അതിനുള്ള ബ്രേസ്ലെറ്റുകൾ നമ്മൾ എല്ലാത്തരം ബ്രേസ്ലെറ്റുകളും കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ നാളും രാശിയൊക്കെ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ബർത്ത് ടൈമും കൂടെ ഒന്ന് വെച്ചാൽ വളരെ ഉപകാരമായിരുന്നു അങ്ങനെ ആവശ്യമുള്ളവർ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ എല്ലാവരും ഈ റീഡിങ് വളരെ മനസ്സമാധാനത്തോടെ ഇരുന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? സ്പ്രെഡ് ഇതാണ്, ഇത്രയും സ്പ്രെഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കെതിരെ ആരാണ് ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് അവരുടെ ഉദ്ദേശം നോക്കാം. അതായത് ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്പ്രെഡാണ്. നിങ്ങൾ കാർഡുകൾ കൃത്യമായിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാർഡുകൾ നിരത്തി വെച്ച് റീഡിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതാണ്. അപ്പോൾ എനിക്കിവിടെ വന്ന ഒരു സ്പ്രെഡ് ഇതാണ്. ഇനി നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കാർഡുകൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്ലിയറായിട്ട് ഇവിടെ എനിക്ക് പറയാനായിട്ട് പറ്റും. ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ട്. വളരെ രീതിയിലുള്ള കടുത്ത ക്ഷുദ്രം ചെയ്തിട്ടാണ് അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റിയതെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി ഒരു നിസ്സാരക്കാരിയല്ല, ഒരു സ്ത്രീയാണ് നിങ്ങൾക്കെതിരായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ലവറിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത വഞ്ചന ചെയ്തിട്ടുണ്ട്. അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നൊരു പ്രയോഗമാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിരിച്ചുകൊണ്ട് കഴുത്തിറത്തുകൊണ്ട്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ത്രീയുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ കാരണം ആ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ തന്ത്രപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറി വളരെയധികം പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിച്ചതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ അവർ നിങ്ങളോട് കടുത്ത വിശ്വാസവഞ്ചന ചെയ്തതായിട്ടും കാണുന്നുണ്ട്. കൂടുതൽ ആളുകൾക്കും ഇതൊരു വ്യക്തി തന്നെയാണ് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ അവർ ബ്ലാക്ക് മാജിക് ചെയ്ത ഒരു സ്ത്രീയാണെന്ന് തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. വളരെ കുറച്ചധികം ആളുകൾക്കാണ് തീർച്ചയായിട്ടും ഇതൊരു പുരുഷനാണ് ബ്ലാക്ക് മാജിക് ചെയ്തത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് റീഡിങ്ങിൽ നിന്ന് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളില്ലാതാകാൻ വേണ്ടിയാണ് അവർ ബ്ലാക്ക് മാജിക് ചെയ്തത്. അതായത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും പിരിയുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും നിങ്ങളുടെ ലവറും പിരിയുന്നതിനോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങളെ നശിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളില്ലാതാകാൻ വേണ്ടിയാണ്, നിങ്ങളുടെ മരണമാണ് അവർ ലക്ഷ്യമിട്ടത്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്തതായിട്ട് കാണുന്നത്. കടുത്ത രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരരുത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എന്ന് കരുതിയാണ്. ഇപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനകളുടെ, നിങ്ങളുടെ ചെയ്തൊരു നന്മയുടെ ഫലമാണ് നിങ്ങൾ ജീവിച്ചിരിക്കാൻ കാരണം.
കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ പോലും ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്തിനാണ് നിങ്ങളുടെ ബ്ലാക്ക് മാജിക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു മനസമാധാനത്തോടു കൂടി നിങ്ങൾ ജീവിക്കരുതെന്ന് കരുതി തന്നെയാണ് ഈ ഒരു വ്യക്തി ചെയ്തത്. ഇവരിപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്യുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. കാര്യം നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവർ. നിങ്ങൾ വിചാരിച്ചില്ല ഇവർ ഇത്രത്തോളം ഒരു വിഷമായിരുന്നു. കൂടെ നിന്ന് നിങ്ങളെ ചതിച്ചൊരു വ്യക്തിയുടെ എനർജിയാണ്. ഒരു വഞ്ചനയുടെ കാർഡുകളാണ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധം വളരെ പെട്ടെന്ന് തന്നെ തകർന്നടിയാൻ കാരണം ഈ ഒരു വ്യക്തി ബ്ലാക്ക് മാജിക്, അതുപോലെ തന്നെ കൂടോത്രം, ശുദ്രൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരു വഞ്ചനയുടെ കാർഡുകളാണ് കൂടുതലും വരുന്നത്. ഇത് ആവർത്തന വിരസമായിട്ട് പറയുന്നതല്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, എല്ലാം ഒരു നെഗറ്റീവ് സ്പ്രെഡാണ് വരുന്നത്. ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ വ്യക്തിയെ ഒരു മോഹവലയത്തിൽ ആക്കിയിട്ട് നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിക്കും ഇവർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്കെതിരെയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളില്ലാണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിൽ പൂർണ്ണമായിട്ടും അകന്ന് നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അകലാൻ വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തത്. കൂടെ നിങ്ങളുടെ മരണവും, നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നതിൽ ഏറ്റവും അസൂയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. കാര്യം ഇവർ നിങ്ങൾക്കെതിരെ കടുത്ത രീതിയിലുള്ള വഞ്ചനകൾ ചെയ്തതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഭയങ്കര രീതിയിലുള്ളൊരു നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം നിങ്ങളോട് ഭയങ്കര അസൂയുള്ള ഒരു വ്യക്തി. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളില്ലാതായാലാണ് ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വളരെ പാവമെന്ന മട്ടിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു തേർഡ് പാർട്ടി ആയിരിക്കാം ഇത്. സഹതാപം തോന്നിയായിരിക്കും നിങ്ങളിവരെ കൂടെ നിർത്തിയത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് പോയില്ല. അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലൊരു ദോഷമായി വന്നത് കാര്യം. അതായത് ഇത് നിങ്ങളെ ആ ഒരു വ്യക്തി മാക്സിമം യൂട്ടിലൈസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളങ്ങനെ ഒരുപാട് ചിന്തിക്കാനൊന്നും പോയില്ല. കാര്യം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ അടുപ്പം വെക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് സംശയമൊന്നും നിങ്ങൾക്കില്ലായിരുന്നു ആദ്യം. പക്ഷെ പിന്നെ നിങ്ങൾക്ക് സംശയം തുടങ്ങി. അങ്ങനെ നിങ്ങളുടെ സംശയം അത് ശരിയാണെന്ന് വഴിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം രണ്ടായത്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബ്ലാക്ക് മാജിക് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് അകന്നു പോരേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഇവരെ വളരെ രീതിയിൽ ഇവരുടെ ഒരു ഫിസിക്കൽ ഒരു ആസക്തിയായിരുന്നു തീർച്ചയായിട്ടും. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഇവർക്കൊരു ഭ്രമമായിരുന്നു തീർച്ചയായിട്ടും, ഒരു ലൈംഗിക ആസക്തി, ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഡിസയർ. അതിനുവേണ്ടിയാണ് അവർ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കരുതെന്ന് കരുതി തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് ചെയ്തത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തന്ത്രശാലിയായിട്ടൊരു ലേഡിയാണ്, ക്രൂക്കഡ് മൈൻഡാണ്. ഭയങ്കര ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അവർ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നൊരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സാധു സ്ത്രീയാണെന്ന് തോന്നും. അപ്പോൾ ഒരു സ്ത്രീയാണ് നിങ്ങൾക്കിടയിൽ, നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്ന് കാണുന്നത്. ഇത് കാണുന്നത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു സ്ത്രീ കാരണമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ ഇവിടെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പം നിങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കാം ഈ ഒരു കാണുന്ന പ്രേക്ഷകർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാണുന്ന വ്യക്തികൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും അറിയില്ല എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ ചുറ്റും. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഒട്ടകത്തിനാണല്ലോ ഇടം കൊടുത്തെന്നുള്ളൊരു ചിന്ത ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയിലൂടെ ആവാം നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഒരു ഈശ്വരൻ്റെ ഒരു കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ്. നിങ്ങളില്ലാതാവാനാണ് ഇവർ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദൈവവിശ്വാസം കൊണ്ട് മാത്രം നിങ്ങളിപ്പോഴും നിലനിന്ന് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അതായത് നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കണം. അതായത് അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് കിട്ടാത്ത ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടരുത്. കാര്യം നിങ്ങളുടെ വ്യക്തിയെ ഇവർ മോഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു മോഹവലയത്തിൽ പെട്ടുകിടക്കുകയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത്. അവർക്കും അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. അവരെയും ബ്ലാക്ക് മാജിക് ചെയ്ത് കീഴ്പ്പെടുത്തിയൊരു എനർജിയാണ് കാണുന്നത്. അതായത് ഇവിടെ എനിക്ക് ഈ കാണുന്ന പ്രേക്ഷകരിൽ പൂർണ്ണമായിട്ടും ബന്ധം തകർന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു തകർച്ചയിലേക്ക് എത്തിയ ഒരു ബന്ധത്തിൻ്റെ
ഇതാണ് എനിക്കിവിടെ ഒരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ്, അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരിക്കലും നന്നായിട്ട് ജീവിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബന്ധം തകർന്ന് തീർച്ചയായിട്ടും എല്ലാം എൻഡ് ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് അവരുടെ ഒരു ആഗ്രഹവും. അവരത് എന്താണ് ആ ഒരു കാര്യത്തിൽ അവരത് ജയിച്ചു എന്ന തരത്തിലുള്ള ഒരു കാർഡുകളൊക്കെയാണ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഓർക്കുക, എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി കാരണം മാത്രമാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം. അവർ നിങ്ങൾക്കെതിരെ ചതിപ്രയോഗങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വിശ്വാസവഞ്ചനയാണ് അവർ നിങ്ങളോട് കാണിച്ചതെന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കരുതെന്ന് കരുതിയാണ് ആ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തതായിട്ട് കാണുന്നത്. അവർ നിങ്ങളെ ഇപ്പോഴും വാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഒരു പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്, ഒരു വഞ്ചനയുടെ കാർഡുകളാണ്. തീർച്ചയായിട്ടും ഭയങ്കര തന്ത്രശാലിയാണ് അവർ വികാരങ്ങൾക്കൊന്നും അടിമപ്പെടാത്ത ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ അവർ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അവരുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം തുലച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പല കള്ളത്തരങ്ങളും പറഞ്ഞ് നിങ്ങളുടെ മാനിപ്പുലേഷൻ എനർജി ഇവിടെ കാണുന്നുണ്ട്. പല കള്ളത്തരങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് നിങ്ങളെപ്പറ്റി ഇല്ലാത്തതും വല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെയും തമ്മിൽ അകറ്റിയ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിൽ. അപ്പം നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി നോക്കിക്കാണും, പ്രശ്നം വെച്ച് നോക്കിയപ്പോഴും എന്താണ് പറയുന്നത്, ഒരു സ്ത്രീയുടെ എനർജി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ടെന്ന് തന്നെ അമ്പലത്തിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾക്കെതിരെ ചെയ്തത്. ഇതൊരു യങ്ങായിട്ടുള്ളൊരു ലേഡിയാണ്. യങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമുള്ളൊരു വ്യക്തിയാണെങ്കിലും അവർ മനസ്സുകൊണ്ട് ചെറുപ്പക്കാരിയാണ് തീർച്ചയായിട്ടും. അവരുടെ ഒരു പ്രധാന ഒരു ഉദ്ദേശം നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ രണ്ടാക്കുക. അതവർ വിജയിച്ചതായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴും. അതായത് നിങ്ങളിപ്പോഴും അനുഭവിക്കുന്ന മാനസിക വേദനകൾക്കെല്ലാം കാരണക്കാരി ആ ഒരു വ്യക്തി, ആ ഒരു സ്ത്രീയാണെന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് അവസാനമായിരിക്കാം അതായത് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി നിങ്ങൾ ലാസ്റ്റ് ആയിരിക്കും എല്ലാം അറിയുന്നത്. കാര്യം ഒരു സുഹൃത്തെന്ന പോലെ ആയിരിക്കും ഇവർ നേരത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ സ്വന്തം അനിയത്തിയെ പോലെ നിങ്ങൾ കണ്ട ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ചേച്ചിയെ പോലെ കണ്ട ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കിയെന്ന് ഇവിടെ സ്പഷ്ടമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അത് നിങ്ങളുടെ ഒരു ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ പ്രധാനമായിട്ട് ഇത് ചെയ്തത്. നിങ്ങൾക്കെതിരെ നിങ്ങൾ മരിക്കാനായിട്ട് വരെയും പല കാര്യങ്ങൾ ഇവർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പറയുന്നത് കൊണ്ട് വിഷമം എനിക്കുമുണ്ട്, പക്ഷേ കാർഡുകളിൽ നിന്ന് വ്യക്തമാണ് തീർച്ചയായിട്ടും നിങ്ങളില്ലാതാവാൻ, നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരു നാശമാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചത്. അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അങ്ങനെ തന്നെ കടുത്ത രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് ആണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നിങ്ങളെ വേദനിപ്പിക്കുന്നൊരു ഇത് തന്നെയാണ് തീർച്ചയായിട്ടും. നിങ്ങൾ ഒരുപാട് വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുക, എന്തുകൊണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോയ വ്യക്തികളാണ്. അവിടേക്കാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവർ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഈ ഒരു റീഡിങ് കാണുമ്പോഴും. കാര്യം അവരാണോ ഇതൊക്കെ ചെയ്തതെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇവരെ ഞെട്ടിക്കുന്ന തരം ഒരു പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ് നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു സംശയങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള റീഡിംഗ് ആണ് ഇന്നത്തെ റീഡിങ്. ഇപ്പോൾ കുറേ പേരൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ട്, കുറേ പേർക്കൊക്കെ സംശയം ഉണ്ടാവും. ഈ കാണുന്ന റീഡിംഗ് കാണുന്ന കുറേ അധികം വ്യക്തികൾക്ക് സംശയമുണ്ടാവാം, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. കാര്യം ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾക്കെതിരായിട്ട് എല്ലാ ചതിപ്രയോഗവും നടത്തുന്നത്. അവരിപ്പോഴും നടത്തുന്നുണ്ട്. കാര്യം നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായിട്ടൊരു മോഹവലയത്തിൽ ഒരു ട്രാപ്പിഡ് ആക്കിയിരിക്കുകയാണ്. ഒരു കുടുക്കിൽപ്പെട്ടൊരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തി. അതുപോലെ നിങ്ങളും ഒരു കുടുക്കിലാണ്. നിങ്ങൾക്കിപ്പോൾ എപ്പോഴും ക്ഷീണം, ഒരു തളർച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് നിങ്ങളിപ്പം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പല പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ വരാൻ കാരണം ഈ ഒരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിലേക്ക് പല പല നെഗറ്റീവ് ചിന്തകൾ വരാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ആണ്. ക്ഷുദ്രം ചെയ്തതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ കൂടോത്രം പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത്
അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം തകർത്തതായിട്ട് കാണുന്നത്. വളരെ ഒരു കടുത്ത മാനസിക വേദനയിലൂടെ പോകുന്ന വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ്, ഇതൊരു വ്യക്തിഗത റീഡിംഗ് മാത്രമാണ്. ആർക്കെങ്കിലും വ്യക്തിഗത റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ, വീഡിയോടൊപ്പം കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിന് തേർഡ് പാർട്ടി റിമൂവലിനുള്ള ബ്രേസ്ലെറ്റുകളൊക്കെ തരുന്നതായിരിക്കും. ഭസ്മം അതുപോലെ തന്നെ കുങ്കുമം പോലെയുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പൂജിച്ച, അതായത് ബ്രേസ്ലെറ്റുകളും ഭസ്മവും ഒക്കെ ആയിരിക്കും തരുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപാട് റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങൾ വിചാരിച്ചത് സത്യമാണെന്ന് ശരിവെക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ് വന്നതെന്ന് വീണ്ടും ഞാൻ പറയുന്നു തീർച്ചയായും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും റെസണേറ്റ് ആവില്ല. അതുതന്നെയാണ് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവരോട് കോൺടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാം. അതുവരെയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാം. അതുവരേക്കും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ.